Why you start to cry? ഞാൻ എന്റെ പ്രസംഗത്തിലെല്ലാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. I can able to see all the കരച്ചിലിന്റെ കാലം കഴിഞ്ഞു പോയിട്ടില്ല. Your weeping time is not over. വചന ശുശ്രൂഷയിൽ ആളുകൾ നെടുമ്പാട് വീണ് സഭായോഗങ്ങളിൽ കരയുന്നത് കാണുന്ന വ്യക്തിയാണ് ഞാൻ. I have seen many times people come in front of before the word of God. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങൾ വരണം. You should come to my church. ആളുകൾ നെടുമ്പാട് വീണ് കരയുന്നത് നിങ്ങൾക്ക് കാണാം. You can see the people come and വചനത്തിന്റെ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Physical limitation. We don't have the same kind of health. Some people are really healthy.
ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും അത് തടയുവാൻ കഴിയത്തില്ല. ഒരു ഓഫീസർക്കും അത് തടയുവാൻ കഴിയത്തില്ല. ഒരു ബോസിനും അത് തടയുവാൻ കഴിയത്തില്ല. നിന്റെ ജോലി ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല. Jesus! In the name of Jesus, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മുന്നേറ്റം അടയ്ക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രണ്ട് വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വെക്കുന്നു. You have two ways in front of you. ഒന്ന്, നിങ്ങളുടെ പരിമിതികളിൽ തന്നെ നിങ്ങൾക്ക് ഒതുങ്ങിക്കഴിയാം. You can conclude into your limitation. രണ്ടാമത്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. The second way is you can have a decision. ഈ പരിമിതിയിൽ ഞാൻ ഒതുങ്ങിക്കിടക്കത്തില്ല. I will not content myself in this limitation. ഒന്നുകിൽ പരിമിതിക്ക് നിങ്ങൾ സമർപ്പിക്കുക, അതിൽ നിങ്ങൾ അടിമപ്പെട്ട് കിടക്കുക. Either you became a slave of that limitation, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറികടക്കുവാൻ തീരുമാനിക്കും. or you have to decide to overcome that limitation. അതുകൊണ്ട് ആ രണ്ട് ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. So I want to tell you those two things. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, The book of John chapter 5. അവിടെ ഒരു കുളക്കരയിൽ ഒരുത്തൻ കിടക്കുകയാണ്. There is a person lying near the pond. 38 വർഷമായിട്ട് അവൻ കിടക്കുകയാണ്. He's lying there for the past 38 years. വർഷമായിട്ട് അവൻ കിടക്കുകയാണ്. He's there for many years. അവനൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. He's saying an excuse. കുളം കലക്കുമ്പോൾ എന്നെ അതിനകത്ത് എടുത്തിടാൻ ആരുമില്ല. Nobody is there to put me into the pond when the pond is stirred. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കുന്നുണ്ടോ? Do you believe that? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. Let me tell you one thing. ഞാൻ വിശ്വസിക്കുന്നില്ല. I do not believe. കാരണം എന്താണെന്ന് അറിയാമോ? Do you know why? ഈ 38 വർഷത്തിൽ ഉരുണ്ടിട്ടാണെങ്കിലും അവൻ ഇതിനകത്ത് താഴെ വീഴാമായിരുന്നു. Even he just can't. He can actually roll and then he can jump into the. ദൈവം അത് പരിഗണിച്ചേനെ. God will consider that. ആദ്യം ഇറങ്ങിയില്ലെങ്കിലും ദൈവം അത് പരിഗണിച്ചേനെ. God will consider that. പക്ഷേ ഈ പരിമിതിക്കകത്ത് കിടക്കാൻ ഇവനൊരു സുഖമാണ്. But he enjoyed his limitation. ഒന്നാമത്തെ വർഷം കണ്ടവര് തന്നെ 38ാമത്തെ വർഷവും കാണുക. The person who is in the first year, he's the same level in the 30th year. എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അതുകൊണ്ട് പുള്ളി അത് വർത്തമാനമൊക്കെ പറഞ്ഞു വിടും. He's receiving some blessing from different people. And യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു. but Jesus came and asked, നിനക്ക് മനസ്സുണ്ടോ? do you have the will? വേറെ ഒന്നും ചോദിച്ചില്ല. He didn't ask anything. എത്ര